നമസ്കാരം, ഞാൻ മലയാളിയിലേക്ക് സ്വാഗതം. പലർക്കും ഭക്ഷണത്തെക്കാൾ മരുന്നുകളെക്കാൾ ഏറ്റവും പ്രിയങ്കരം ഒരുപക്ഷെ സീരിയലുകളാണ്, സോപ്പുകളാണ്. നമ്മുടെ സമൂഹ യാഥാർത്ഥ്യങ്ങളുമായിട്ട് എത്ര കണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ സീരിയലുകൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ച ചർച്ച ഈ എപ്പിസോഡിലും തുടരുന്നു. ഹിന്ദിയിൽ ഹിറ്റായ, തെലുങ്കിൽ ഹിറ്റായ, ഓവറായിട്ട്, അതായത് അറിയാലോ, തെലുങ്കിൽ ചുവന്ന ഷൂട്ട് നടക്കുന്ന നായകനുള്ള സിനിമയാണ്. അവിടുന്ന് വരുന്ന സബ്ജക്റ്റിനെ എടുത്തു കൊടുത്തിട്ട് ഇതാ ഈ സീരിയൽ അമർരാജൻ ചുവന്ന ഷൂ ഇട്ടേക്കുന്നത് മലയാളത്തിലേക്ക് ഇതൊന്ന് മൊഴി മാറ്റൂ എന്ന് പറയുന്ന അത്രയും ജോലിയാണ് ഇപ്പൊ മലയാളത്തിലുള്ളത്. അപ്പൊ എന്ത് പറ്റുന്നുണ്ടാൽ ഹിന്ദിയിലും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് തെലുങ്കിലെയും ഹിന്ദിയിലെയും നമുക്ക് ഒട്ടും ദഹിക്കാത്ത സിറ്റുവേഷൻസ് കഴിയുന്നതും ഒഴിവാക്കി അതിന്റെ ത്രെഡ് മാത്രം എടുത്ത് മലയാളിത്തത്തോടെ അതിനെ റീക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. മലയാളവൽക്കരിച്ച്. പക്ഷേ മാധവൻകുട്ടി, താങ്കൾക്ക് സംഗീതയോട് ഉള്ള അലോഹ്യം പറയാം. ഇപ്പൊ അല്ല, ഒരു അലോഹ്യം ഇല്ല. അത് ഈ പറഞ്ഞ പോലെ ജീവിത പ്രശ്നമാണ് ഇതൊക്കെ പലർക്കും. നമുക്ക് അതിനകത്ത് യോജിക്കുന്നില്ല എന്ന് യോജിക്കുന്നില്ല എന്നുള്ള പോയിന്റ് ഇത്രേ ഉള്ളൂ. അത് താത്വികമായിട്ട് ഈ പറഞ്ഞതെല്ലാം സംഗീതം പറഞ്ഞത് ഞാൻ പറയുന്നതൊക്കെ എല്ലാം ഒന്നായി തന്നെ വരും. കാരണം ഈ ടെലിവിഷൻ പിന്നെ സീരിയൽ മേഖല ഒരു ട്രാൻസിഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയേറെ ചെടിപ്പും പിന്നെ മടുപ്പും ആൾക്കാർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആൾക്കാരോട് സമ്മതിക്കും പറയാം, ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ആരും സീരിയൽ ഇഷ്ടപ്പെടുന്നവരല്ല. ഈ ജനറേഷൻ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് എനിക്ക് തോന്നുന്നില്ല. വീട്ടിൽ പോയാൽ അപ്പം ഇതിനെ കാണാൻ എനിക്ക് തോന്നുന്നില്ല പറഞ്ഞല്ലോ, കിട്ടുന്ന സമയം നോക്കിയാണ് ഈ ജനറേഷനിൽപ്പെട്ട ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികൾ ആരും തന്നെ സീരിയലുകൾ, നമ്മുടെ ഈ സോക്കാളുടെ സീരിയൽ കാണാൻ ഇഷ്ടപ്പെടുന്നവരല്ല. എന്നാൽ അവരെല്ലാം വെബ് സീരിയൽസ് കാണുന്നുണ്ട്. അവർ ഇംഗ്ലീഷ് സീരിയൽസ്, ഹിന്ദി വെബ് സീരിയൽസ് കാണുന്നുണ്ട്. അതുപോലെ ഇപ്പൊ വീട്ടിലിരിക്കുന്ന ഒറ്റപ്പെട്ടു പോയ കുറെ വാർദ്ധക്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു 50 വയസ്സുകൾ, അവര് ഈ സീരിയലിന്റെ ഭ്രാന്തമാണ്. ഇപ്പം സുചിത്ര പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ വിയോജിക്കുകയാണ്. സുചിത്ര പറഞ്ഞില്ലേ, അതിനേക്കാൾ വലുതൊക്കെ പുറത്ത് നടക്കുന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും കാണിക്കാമെന്നാണോ സുചിത്രയെ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അതുകൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, ഈ ഡൈവോഴ്സ് കേസിനൊക്കെ വരുന്ന ആൾക്കാർ പറയുന്നുണ്ട്, ഒരു അമ്മ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബം മരുമോളെ വേണ്ട, കാരണം അവൾ പട്ടിക്ക് തീറ്റി കൊടുക്കുന്ന പോലെ എനിക്ക് തരുന്നത്. അതെന്താ അങ്ങനെ പറയുന്നത്? എന്റെ മുറിയിൽ കൊണ്ടുവന്ന് തരും. നമ്മൾ പുറത്തുനിന്ന് നോക്കി അത് നല്ലൊരു കാര്യമാണ് ആ കുട്ടി ചെയ്യുന്നത്, ഇവർക്ക് നടക്കാൻ വയ്യ. പക്ഷെ സീരിയൽ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അത് പട്ടിക്ക് കൊടുക്കുന്ന പോലാണ്. സീരിയലിലെ കഥാപാത്രം അങ്ങനെ പറയുന്നത്, മുറിയിൽ കൊണ്ടുവന്ന് അമ്മായിമ്മയ്ക്കോ ആളിന്റെ മനസ്സിന്റെ പ്രശ്നമാണ്. ഒരു കാര്യത്തിന് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് അല്ല നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ എന്റെ രണ്ടാമത്തെ ചേച്ചിയുടെ രണ്ടാമത്തെ മകൾ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന കുട്ടി, എന്റെ അമ്മയും എന്റെ ഭാര്യയും എന്റെ ചേച്ചിയും ഒക്കെ ഒരു സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കയറി വരികയും വലിഞ്ഞു മുറുകിയിരിക്കുകയാണ് അന്തരീക്ഷം. അതെ. അപ്പൊ അവിടെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, നിന്റെ ഈ പ്രേമം പൂവണിയുമെന്ന് എനിക്ക് തോന്നുന്നില്ലടി. അപ്പൊ എന്റെ മരുമകളുടെ മുഖത്ത് വന്ന റിയാക്ഷൻ കണ്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു. കാര്യം പറഞ്ഞ ഒരിക്കലും റിയൽ ലൈഫില് ഇങ്ങനെ ഒരാൾ പറയൂല, ശരി മക്കളെ നിന്റെ പ്രേമം പൂവണിയില്ല. സംഗീത സീരിയലിൽ ഇപ്പൊ അങ്ങനത്തെ ഡയലോഗ് സംഗീത അത് ജോലിയുടെ ഭാഗമാണ്. സംഗീത എന്റെ സ്ക്രിപ്റ്റ് ചാനലിൽ പോയി കറക്ഷൻ കഴിഞ്ഞാ വരുന്നേ. അപ്പൊ അവക്കത് അറിയാം, ഒരിക്കലും റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരാള് അമ്മ മകളോട് പറയില്ല. അപ്പൊ ഈ റിയൽ ലൈഫിൽ നടക്കുന്ന സാധനത്തെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത്. എന്റെ ഭാര്യ ഒരിക്കൽ ഒരു കാരണമില്ലാതെ എന്റെ മുഖത്ത് നോക്കി പറയാണ്, ഒരു കാര്യമില്ല ചേട്ടൻ ഈ അടുത്ത കാലത്തായിട്ട് റൊമാൻറ്റിക് അല്ല. ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു. എന്റെ ഭാര്യ MSc നഴ്സിംഗ് കഴിഞ്ഞ ആളാ. അത്യാവശ്യം വിദ്യാഭ്യാസം. ഭാര്യയോട് റൊമാൻറ്റിക് അല്ലെന്നാ പറഞ്ഞത്. ഭാര്യയോട് റൊമാൻറ്റിക് അല്ല. അല്ല, അത് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഞാനീ ഉള്ളതുപോലെ പറയുന്ന ഒരാളാ. ചേട്ടൻ ഈ അടുത്ത കാലത്തായിട്ട് ഒട്ടും റൊമാൻറ്റിക് അല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ മുഖത്ത് നോക്കിയപ്പോ, ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞ്, നമ്മൾ ഈ തലച്ചോറുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് അതിന് അപ്പോഴും മറുപടി കൊടുക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറിയപ്പോ വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വട്ടം വെച്ച് വീണ്ടും വന്നു. ഇവരുടെ ഓരോ നോഡിങ്ങിനും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇതിനെ ഒരു പേപ്പറിൽ എഴുതാൻ പറഞ്ഞ ഒരു 1.5 പേജ് വരും ഡയലോഗ്. ഇത് ഒരു പണ്ട് സന്ദർഭാശയം വിശദമാക്കുവാറിയാലോ എത്ര പേജ് വരുന്നുണ്ട്. അപ്പൊ വീണ്ടും പറഞ്ഞു ഞാൻ റൊമാൻറ്റിക് അല്ല. അപ്പൊ ഞാൻ അവളോട് വെറുതെ പറഞ്ഞു, സത്യം പറയാനുള്ളൂ, ഒരു 5 മിനിറ്റ് കൂടുതൽ എന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റൂല. അപ്പൊ അവള് തിരിച്ച് പറഞ്ഞ മറുപടി കണ്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു. ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു, ഒരു 3 മിനിറ്റ് കൂടുതൽ എന്നെ കൊണ്ട് പറ്റണില്ല. അപ്പൊ ഇതൊരു റിയൽ ലൈഫാണ് സാറേ. ഈ റിയൽ ലൈഫിൽ വരുന്ന ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ മനസ്സിനകത്തുള്ള ഒരു മനുഷ്യൻ, അത് ഇനി എത്ര പൊസിഷനിലുള്ള ആളായിരുന്നാലും കൈവിട്ട് ചിരിച്ചു പോകുന്നത്. അല്ല കിഷോറെ, ഇപ്പൊ ഇതിന് കിഷോർ പറഞ്ഞതിന്റെ ഒരു അർത്ഥമുണ്ട്. അതായത് ഒരു പക്ഷേ ഈ സോപ്പുകളാണ് നമ്മളെ സ്വാധീനിക്കുന്നത്, അതെങ്കിൽ നമ്മളാണോ സോപ്പുകളെ സ്വാധീനിക്കുന്നത്? ഇത് ഒരുപാട് പ്രധാനപ്പെട്ട സംഭവമാണ്.
കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മളെയാണ് അവർ അനുകരിക്കുന്നത്, അതെയോ നമ്മളാണ് അവരെ അനുകരിക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. അമർ, ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ എൻ്റെ ഒരൊറ്റ ചോദ്യമുള്ളൂ. ഒരുപക്ഷെ ശ്രീ മാധവൻകുട്ടി പറഞ്ഞ പോലെ അദ്ദേഹം ഉദ്ദേശിച്ചത് വെബ് സീരീസ് ഇപ്പം ഹിന്ദിയിലൊക്കെ ഇറങ്ങിയ സീക്രട്ട് ഗെയിംസ് എന്നൊക്കെ പറഞ്ഞ വലിയ മുൻനിര ബോളിവുഡ് താരങ്ങളാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കോണ്ടന്റുകളാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോഴും സുചിത്രയെ പോലെ ഒരു വില്ല, ശരത്തിനെ പോലെ ഒരു അവിഹിതക്കാരൻ ഇതിനെ പോലെയുള്ള ഒരു ത്രികോണ ബന്ധത്തിന്റെ, ത്രികോണല്ലേ ഇരട്ടയല്ലേ, രണ്ടുപേരെ ആയിട്ടുള്ളൂ, മൂപ്പർക്ക് 3 വരെ പോകാന്നാണ് പുള്ളി പറയുന്നത്. അതെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ ഈ കുടുംബ സദസ്സുകളെ നമ്മൾ ഇത്രത്തോളം വിഭ്രാന്തിയിലാക്കേണ്ട കാര്യമുണ്ടോ? എന്നാണ് ടെലിവിഷനിൽ തന്നെ നെഗറ്റീവായിട്ടുള്ള റോൾസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഈ പറയുന്ന സോ കോൾഡ് റേറ്റിംഗ് കിട്ടൂ എന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. ഒരുപക്ഷെ അത് സത്യമായിരിക്കാം. ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് ലണ്ടനിലോ മറ്റോ ആണ്, ഒരു സാബിഡോ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു വിഷയമായിട്ടാണ്. ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടി സീരിയലുകൾ ഉണ്ടാക്കുകയും വളരെ പോസിറ്റീവായിട്ട് സൊസൈറ്റിയിൽ ചേഞ്ച് ഉണ്ടാക്കുകയും ചെയ്ത ഒരു മെത്തേഡാണ് സാബിഡോ മെത്തേഡ്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ അത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അതിനകത്ത് മുഴുവനും ഒരു സൊസൈറ്റിയിൽ ചേഞ്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സീരിയൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു ടെലിവിഷനെ നമുക്ക് ആ രീതിയിൽ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇതൊരു ഫോസ്റ്റ് ചോയ്സ് ആയിട്ട് ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഇത് മാറ്റിയിട്ട് മറ്റൊന്നിലേക്ക് പോകുക എന്ന് പറയുന്ന, ഒരുപക്ഷെ ഈ ഒരു അഡിക്ഷനെ സംബന്ധിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊരു ലഹരി പദാർത്ഥം ഉപയോഗിച്ച് തുടങ്ങി അതിനകത്ത് അഡിക്റ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ നിർത്താം, അത് നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറയുന്നതിനോട് എനിക്കത് യോജിപ്പില്ല. കാരണം ഞാൻ കഴിഞ്ഞ 3 മാസം മുമ്പ് നെറ്റ്ഫ്ലിക്സ് തുടർച്ചയായി കണ്ട്, എത്രയോ മണിക്കൂറുകൾ തുടർച്ചയായി കണ്ട് നിംഹാൻസിൽ ചികിത്സയ്ക്ക് വന്ന ഒരു കേസ് സ്റ്റഡി ഞാൻ വായിച്ചു. അതുപോലെ തന്നെയാണ് നമുക്ക് നിരന്തരമായി ഈ ഇത്തരം സീരിയലുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന സാധാരണഗതിയിൽ പറയുന്ന ഡയലോഗുകളല്ല അതിൽ പറയുന്നത്, ഒരു ഡ്രമാറ്റൈസേഷൻ ചെയ്തിട്ടാണ് പറയുന്നത്. കാരണം അത്തരത്തിൽ പറയപ്പെടുന്ന ഡയലോഗുകൾ കാണുന്ന ആൾക്കാർക്ക് കൂടുതൽ ഉൾക്കൊള്ളാനും അത് കോപ്പി ചെയ്യാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണെന്ന് ഇഷ്ടം പോലെ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് റിസർച്ച് സ്റ്റഡീസ് നമുക്ക് കാണാം. അവർ ഇതൊക്കെയാണ് യാഥാർത്ഥ്യമെങ്കിൽ പോലും നമ്മുടെ ഇവര് പറയുന്നത് പോലെ ഇത് ഈ പ്രോഡക്റ്റ് വിപണിയിൽ വിറ്റഴിക്കപ്പെടണമെങ്കിൽ അത് ഞാൻ ആദ്യമേ പറയുന്നത് ഒരു സർക്കിളാണ്. അഭിരുചികൾ മാറണം, അതിനനുസരിച്ച് അവരാവശ്യപ്പെടുന്ന അവരുടെ ഡിമാൻഡ്സ് മാറും. ഡിമാൻഡ്സ് മാറുമ്പോൾ അവർക്ക് കൊടുക്കപ്പെടുന്ന പ്രോഡക്ട്സിന്റെ സ്വഭാവവും മാറും. ഓക്കെ, യാതൊരു ബന്ധമില്ലാത്ത അമ്മായിമ്മ മരുമോൾ പേരുകൊണ്ട് നമ്മൾ ടെലിവിഷനെ അങ്ങോട്ട് മുഖരിതമാക്കി. ചേർത്തെ 10, 25, 30 വർഷം മുമ്പ് അസ്തമിച്ച ചില ഏടുകളെ, അസ്ഥകൂടങ്ങളെ നമ്മൾ ഡ്രോയിങ് റൂമിലേക്ക് കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ചു. അല്ല, ഞാൻ ചോദിക്കണ സമൂഹത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോ കുട്ടികളോട് പറഞ്ഞു കൊടുത്തൂടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഇങ്ങനെയൊന്നും നിങ്ങൾ ആകരുത്, അവിടെ തീരില്ലേ കാര്യം? ഓക്കെ, അതായത് സമൂഹത്തിൽ മദ്യപാനം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു കുപ്പി എടുത്ത് തുറന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിച്ചോണ്ടിരിക്കണം. പറഞ്ഞു വരുന്നതിന്റെ ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും അറിയാം സമൂഹത്തിൽ പലരും മദ്യപിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾ അത് ചെയ്യരുത്. ഇതേപോലെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ കുടുംബത്തിലിരിക്കുന്ന മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾ അത് ചെയ്യരുത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക. അപ്പൊ അതൊരു മനസ്സിലാക്കൽ കൂടിയല്ലേ? അല്ല, രാവണൻ സീതയെ കട്ടോണ്ട് പോകുമ്പോ അത് തെറ്റാണെന്ന് നമുക്കറിയാം, തെറ്റാണ്. അവസാനം രാമനാണ് ജയിക്കുന്നത്. അവസാനം അതിനുള്ളൊരു കാത്തിരിപ്പിനുള്ളൊരു വേറെ ഒരു കാര്യമുണ്ട്. എന്ത് സീരിയൽ ആയാലും എന്ത് സ്റ്റോറി, ലോകത്തുള്ള എല്ലാ കഥകളും 7 or 8 ആർക്കിടൈപ്സിനുള്ളിലുള്ളതാണ്. അത് മിക്കവാറും എല്ലാം നമ്മുടെ രാമായണത്തിലും മഹാഭാരതത്തിലും ഇല്ലാത്ത അവിഹിതങ്ങളൊന്നുമില്ല. ആ കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്സ് എല്ലാം ഈ രണ്ടിലും ഉള്ളതാണ്. ആഭാസങ്ങളല്ലാതാവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അഭിരുചികൾ മാറണം. ക്രിയേറ്റിവിറ്റി ഉണ്ടായിട്ടും കാര്യമില്ല. ആ ക്രിയേറ്റിവിറ്റി നമുക്ക് എടുത്ത് പ്രയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി വേണം. സീരിയലിലെ തിരക്കഥാകൃത്തുക്കളും സംവിധായകരും ഏറ്റവും കൂടുതൽ ഊന്നിയിരുന്നത് അവരെങ്ങനെ വസ്ത്രധാരണം നടത്തണം, അവരുടെ കമ്മൽ എന്തായിരിക്കണം, മാല എന്തായിരിക്കണം, അതായത് വലിയൊരു കോറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് അല്ലെങ്കിൽ ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുപോകും. അല്ല കേട്ടോ, അത് ക്ലിയർ ആയി പറഞ്ഞ ഒരു ചാനലിന്റെ കാര്യത്തിൽ മാത്രമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഒരു ചാനലിനെ കുറ്റപ്പെടുത്തില്ല, അതൊരു യാഥാർത്ഥ്യമായിരുന്നു. സീരിയൽ ചെയ്തിരുന്നു KR മീരയുടെ നോവലില്. അതിലെ നായിക ലെനയായിരുന്നു. എന്റെ ആ സീരിയലിലെ ഒരു ക്യാരക്ടറും ഒരു സ്ത്രീ കഥാപാത്രങ്ങളും വീട്ടിൽ ഷാളിട്ട് നിൽക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ ലെന എന്നോട് ചോദിച്ചു, എല്ലാത്തിലും സാർ എല്ലാത്തിലും. ഞാൻ ഇവിടെ ഈ സീരിയലിൽ വേണ്ട, കാരണം എന്റെ വീട്ടിൽ എന്റെ ഭാര്യ വീട്ടിൽ നിൽക്കുമ്പോൾ ഷാൾ ഇടാറില്ല. പക്ഷെ നമ്മളിപ്പോ കാണുന്ന ഈ പോപ്പുലർ സീരിയലിൽ നോക്കിയാൽ
കുളിക്കാൻ പോകുന്നൊക്കെ കാണണം, മുല്ലപ്പൂക്കെ വെച്ച്. അതാണ് ഞാൻ പറയുന്നത്. അത് എല്ലാ ചാനലിലും അല്ല. അപ്പൊ ഒരാൾ വന്ന് ഇന്ന് കല്യാണമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒരുങ്ങാൻ നിൽക്കരുത്, അപ്പൊ ഇറങ്ങിപ്പോണം. ആ കണക്കിന് വെൽ ഡ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സാറേ, ലൈഫുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ കുട്ടികൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും, ഇതിങ്ങനെ അല്ലാന്ന് നന്നായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള സാധനം ഒന്നും ഈ കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. അതിനെ ഒരു വിനോദോപാധിയായിട്ട് വെറുതെ ഒന്ന് കണ്ട് ഇതിനകത്തുള്ള മെസ്സേജ് എന്താണെന്ന് ഞാൻ പിന്നെ പറയുന്നില്ല. അത് രണ്ടാമത്തെ കാര്യം. അതിനെ അർഹിക്കുന്ന പരിഗണന കൊടുത്ത് തള്ളിക്കളയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. ചന്ദനമഴ ഒരു ഹോളിവുഡ് നിലവാരമുള്ള എന്തോ എങ്ങനെ അങ്ങനെയല്ല, ഈ ക്രിസ്റ്റഫർ നോളന്റെ ഇൻസെപ്ഷൻ നിന്ന് കുറച്ച് ഭാഗവും ബോളിവുഡിലെ കഹാനിയുടെ ഒരു ഭയാനകമായ വേർഷനാണ് ചന്ദനമഴ. ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് രണ്ട് പ്രമുഖ ഫാമിലി അവർ തമ്മിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചുണ്ടാവുന്ന പ്രശ്നങ്ങളും അതിൽ നിന്നും പിന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഫുൾ ഓഫ് ചടങ്ങുകളെ കുറിച്ചാണ് ഈ സീരിയൽ ചർച്ച ചെയ്യുന്നത്. ചടങ്ങെന്ന് പറയാൻ കാരണം അന്ധവിശ്വാസങ്ങളുടെ ഒരു സംസ്ഥാന സമ്മേളനം ഈ സീരിയലിലുണ്ട്. അത് ഈ ചടങ്ങുകളുടെ രൂപത്തിലാണ് അവതരിക്കുന്നത്. ഈ സീരിയലിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ തന്നെയാണ്. ഒരു ഒന്നൊന്നര കോസ്റ്റ്യൂമാണ്. ഒരു കളർ ടിവിയുടെ എല്ലാവിധ സാധ്യതകളും ഉപയോഗിക്കാനുള്ള ഒരു സീരിയലായി മാറുകയാണ് ചന്ദനമഴ. ഈ ചന്ദനമഴ സീരിയലിലെ കോസ്റ്റ്യൂം എല്ലാം കാണുമ്പോൾ നമുക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ തോന്നും. കാരണം ഇതിൽ ഊർമിള ദേവി എന്നൊരു കഥാപാത്രം അവരുടെ വീട്ടിലെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറൊക്കെ എടുത്ത് തലയിൽ വെച്ച് നടക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ നമുക്ക് റീയൂസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈ സീരിയലിലെ കാസ്റ്റിങ്ങിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ ആദ്യം പറയേണ്ടത് ഊർമിള ദേവിയെ കുറിച്ച് തന്നെയാണ്. ബാഹുബലിയിലെ ശിവഗാമി ദേവിയുടെ ഒരു ദുരന്ത വർഷനാണ് ഇതിലെ ഊർമിള ദേവി എന്ന കഥാപാത്രം. ഒട്ടും മോശമല്ല ഈ സീരിയലിലെ കഥാപാത്രങ്ങൾ. ഒരുപാട് കഥാപാത്രങ്ങളുള്ളതാണ് ഈ സീരിയലിന്റെ സവിശേഷതയെങ്കിലും എല്ലാ സീരിയലിലെയും പോലെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ. ഒരുപക്ഷെ ഇതൊക്കെ ട്രോളുകളാണ്. പക്ഷെ ട്രോളുകൾ എന്ന് പറയുന്നത് സത്യപ്രസ്താവനകളുടെ അതിഭാഗത്വം നിറഞ്ഞ പ്രതലങ്ങളാണ്. ഇല്ല മാധവൻകുട്ടി? ശരിയാണ്, വളരെ ശരിയാണ്. അതായത് നമുക്ക് ഈ സിറ്റുവേഷൻസ് ഇല്ലാതെ വരുമ്പോൾ ഉള്ളൊരു ദാരിദ്ര്യമാണ്, ജീവിതത്തെ കാണാത്തതിന്റെ കുഴപ്പമാണ്. ജീവിതത്തെ ശരിയായ രീതിയിലുള്ള ഒരു കാണാത്തതിന്റെ കുഴപ്പമാണ്. നമ്മുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ കാണാം. നമുക്ക് എല്ലാവർക്കും, നമ്മൾ വളരെ മോഡേൺ ആണെന്ന് പറയുന്ന ആൾക്കാർക്കും അന്ധവിശ്വാസങ്ങളുണ്ട്, ബ്ലൈൻഡ് ആയിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. അത് അനാചാരത്തിലോ അല്ലെങ്കിൽ തെറ്റായ അനുഷ്ഠാനങ്ങളിലോ ഒക്കെ ആയിരിക്കാം. പക്ഷെ അത്തരം വിശ്വാസങ്ങളും ഉണ്ട്. ഇതിലൂടെയാണ് മനുഷ്യന്റെ യാത്ര. പക്ഷെ എങ്ങനെ നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നു, ഇത് യാഥാർത്ഥ്യവൽക്കരിച്ചുകൊണ്ട് നമ്മൾ കാണിക്കുന്നു, അതോ ഇത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നു, ഇതൊരു നന്മയ്ക്ക് വേണ്ടി ഇത് തിരുത്തൽ വേണമെന്ന് പറയുന്നത് കാണിക്കും. ഇതൊക്കെ ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഒരു സംവിധായകന്റെ സൃഷ്ടിപരമായ ഒരു തലമാണ്. മദ്യപിക്കുമ്പോഴോ പുകവലിക്കുമ്പോഴോ സിനിമയിൽ എഴുതി കാണിക്കുന്നുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. പക്ഷെ ഒരു അന്ധവിശ്വാസത്തിന് ഒരു സാധനം വരുമ്പോ അതിന്റെ അടിയിൽ അതിനേക്കാളും മാരകമായ സാധനം അപ്പുറം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുകളിലാണ് സിഗരറ്റ് വലിയ മാരകം എന്ന് പറയുന്നത്. ദേവിയുടെ ഈ ശബ്ദവിന്യാസങ്ങളൊക്കെ മക്കൾ കാണാറുണ്ടോ? പെർഫോമൻസ് ചിലപ്പോഴൊക്കെ എല്ലാ സീരിയൽസും തുടങ്ങുന്ന ദിവസം ഒരു എപ്പിസോഡ് കാണും. പിന്നെ സമയപരിമിതി മൂലം കാണാറില്ല. ശരത്തേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അവരെ മാറ്റി നിർത്തും. കാണേണ്ടത് മാത്രമേ കാണിക്കാറുള്ളൂ. അവരെ മുറി കയറ്റി വാതിലടയ്ക്കും. ഇല്ല സിറ്റിയിൽ നിന്ന് ദേവി എല്ലാം ഡബ് ചെയ്ത് വെച്ചിട്ടെങ്കിലും 10-12 മണിയാവും രാത്രി. എല്ലാ സീരിയലിന്റെ കഥ അറിയാം. ഡബ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന് ഒരു പക്ഷെ അതിനെ കുറിച്ച് ധാരണ ഉണ്ടാകണോ വേണ്ടയോ? എന്താ വേണ്ട? നമുക്ക് ധാരണ ഉണ്ടായാലും നമുക്ക് ഓൾറെഡി അവരെ അഭിനയിച്ചിട്ട് തന്ന ഒരു ഫ്രെയിമിലാണ് നമ്മൾ ഡബ് ചെയ്യുന്നത്. അതല്ലാതെ അവിടെ മാറ്റി ഡബ് ചെയ്യാനുള്ള റൈറ്റ് എനിക്കില്ല. സ്ക്രിപ്റ്റിലുള്ളത് പറയുക എന്നുള്ളതാണ്. എങ്കിൽ പോലും പലപ്പോഴും ചില വാക്കുകൾ എനിക്ക് വിയോജിപ്പുള്ള ഒരു വാക്കാണ് കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി നിന്റെ തന്ത എന്ന് പറയുന്ന വാക്ക് കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ പറയുന്നതുകൊണ്ട് ക്ഷമിക്കണം, സുചിത്ര ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതിന് ഞാൻ ആ വാക്ക് മാറ്റി അച്ഛൻ എന്ന് തന്നെ ഞാൻ ഡബ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ചില വാക്കുകൾ അങ്ങനെ മാറ്റാനുള്ള സ്വാതന്ത്ര്യം ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. അതൊരിക്കലും സുചിത്രയുടെ തെറ്റല്ല. സുചിത്രയ്ക്ക് വന്ന സ്ക്രിപ്റ്റിലുള്ള ഡയലോഗാണ് സുചിത്ര അവിടെ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെയുള്ള ചില വാക്കുകൾ വരുമ്പോൾ പിന്നെ ഞാൻ മാറ്റി ഡബ് ചെയ്യാറുണ്ട്. ഒരു സീരിയൽ ഞാൻ പേര് പറയുന്നില്ല എങ്കിൽ പോലും സ്ക്രിപ്റ്റിൽ ഡിമാൻഡ് ചെയ്യാത്ത ഒരു ചീത്ത വാക്ക് ആർട്ടിസ്റ്റ് ഡബ് ചെയ്തു, അഭിനയിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ പറഞ്ഞു, ഈ വാക്ക് നമുക്ക് പറയാമോ, ഇത് അക്സെപ്റ്റ് ചെയ്യൂ ചാനല്? ഇല്ല കുഴപ്പമില്ല നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു ചേട്ടാ അത് ഇച്ചിരി മോശമാണ്, നമുക്കത് കുറച്ച് മയപ്പെടുത്തി ഡബ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ മയപ്പെടുത്തി ഡബ് ചെയ്തു. ഇത്
സ്ഥിരമായിട്ട് സ്ക്രിപ്റ്റിലില്ലാത്ത ഡയലോഗ് ആർട്ടിസ്റ്റ് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇതിന്റെ ഡയറക്ടറുമായിട്ട് സംസാരിച്ചു. ഒരു ദിവസം ഞാൻ ഡബ്സൂട്ടിൽ ഇരുന്നാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു, ചേട്ടാ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഡയലോഗാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്, ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡയലോഗ്സ് അല്ല ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഡയലോഗ് ഒരിക്കലും ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണത് ചേട്ടാ വെച്ചത്? സോറി ദേവി, അത് ഞാൻ ഓക്കെ പറഞ്ഞ ഷോട്ടാണ്, ഡബ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെയ്യാം എന്ന് ഏറ്റ് വന്ന ദിവസമാണിത്. ഇന്നും കൂടി ഞാൻ ഡബ് ചെയ്യും, നാളത്തെ എപ്പിസോഡും കൂടി ഞാൻ ഡബ് ചെയ്യാം. മറ്റന്നാൾ മുതലുള്ളതിന് വേറെ ആളെ അന്വേഷിക്കണം. കാര്യം എന്ത് തോന്നിയവാസവും നമുക്ക് ഡബ് ചെയ്യാൻ പറ്റില്ല. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ തല ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് കാണിക്കുന്നുണ്ട്. ഞാൻ ആ ക്യാരക്ടർ എനിക്കത് വ്യക്തിപരമായിട്ട് അതിൽ നിന്ന് പിന്മാറിയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പിന്മാറി, ഞാൻ ഡബ് ചെയ്തില്ല. അതിനുശേഷം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഒരു ചീത്ത വാക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ മുകളിൽ ആ ഒരു ദൗത്യം തന്നെ വേണ്ടതില്ല എന്ന് ഒരാൾ, ബാക്കി എല്ലാവരും അവരുടെ നിസ്സഹായ അവസ്ഥ, ഞങ്ങളല്ല ഇതിന് കുറ്റക്കാർ, ഞങ്ങളല്ല ഇതിന് കുറ്റക്കാർ. ആദ്യമായിട്ട് ഒരാൾ ബോൾഡ് ആയിട്ട് സംഗീത ചേച്ചി പറയുന്ന ഈ സ്വാതന്ത്ര്യമില്ലായ്മ ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പോ ആ ഡയലോഗ് അവിടെ പറയാൻ ആർട്ടിസ്റ്റ് പറഞ്ഞപ്പോൾ അതിന്റെ ഡയറക്ടർ സമ്മതിച്ചു കൊടുത്തു. എന്തുകൊണ്ട് ഡയറക്ടർ സമ്മതിച്ചു കൊടുത്തു? ഒരു പക്ഷെ അതിനു മുകളിലുള്ള ഒരു ചാനൽ എന്ന് പറയുന്ന ആൾക്കാർ അതിനുള്ള സ്വാതന്ത്ര്യം ആ ഡയറക്ടറിന് ആ സമയത്ത് കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ ചേച്ചിയെ പോലുള്ളവർ എഴുതുമ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഇത്രയും സമയം കൊണ്ടും ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. നിതിൻ ഈ ഒരു നിന്ന ദിപ്പില് കഥാപാത്രങ്ങളൊക്കെ അപ്രത്യക്ഷമാകും. ഇപ്പം ദേവി എന്നുള്ള ഡബിംഗ് ആർട്ടിസ്റ്റിന് ഒരു നിന്ന ദിപ്പിൽ ആ സീരിയൽ നിന്ന് അപ്രത്യക്ഷമാകാമെങ്കിൽ അതിനേക്കാൾ എത്രയോ ദ്രുതഗതിയിൽ വേഗതയിലാണ്, ശരവേഗത്തിലാണ് കഥാപാത്രങ്ങൾ സീരിയലിന് അപ്രത്യക്ഷമാകുന്നത്. ഈ നിതിന്റെ കൂടെ കാറി കയറിയ ഒരു പെൺകുട്ടി പിന്നെ തിരിച്ചറിയുമ്പോൾ വേറെ പെൺകുട്ടിയായിട്ട് ഇറങ്ങിയത് ഇല്ല. ഇതിനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടായോ? അങ്ങനെ ഉണ്ടായി. കണ്ട, ഞാൻ വെറുതെ പറയണ്ടല്ല. എന്താ സംഭവിച്ചത്? ഇതിന് ആ കുട്ടിയുടെ കല്യാണമാണ്, അതുകൊണ്ടാണ്. കല്യാണമായപ്പോ കുട്ടിയൊക്കെ മാറി, കാറിൽ നിന്നൊക്കെ മാറി. അല്ല, അതുകൊണ്ടല്ല, നമുക്ക് അന്നേരത്തേക്കും ഡേറ്റ്സ് പ്രശ്നം വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴേ എന്നാ വന്നാലും നമ്മളൊരു 15 ദിവസത്തേക്കുള്ളതാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത്രയും ദിവസം ഗ്യാപ്പ് വരുമ്പോഴേക്കും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായില്ല. കൂടുതൽ ആ കുട്ടി തമിഴും ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റോറി ലൈനുകളിൽ വരുന്ന മാറ്റം സംഗീത, അതായത് ഇവിടെ ഇത് വേണ്ട രീതിയിൽ ക്ലച്ച് പിടിക്കണില്ല, അപ്പൊ തിരിച്ച് ഇപ്പുറത്തേക്ക് ഒരു പിടുത്തം പിടിക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഒരു യൂ ടേൺ എടുക്കാം. അത് എങ്ങനെ തീരുമാനിക്കുന്നു എന്നറിയാമോ? പറയും. റേറ്റിംഗ് ഓരോ ദിവസം പെർ ഡേ റേറ്റിംഗ് വരും. ഓരോ ആഴ്ചയും വരുന്നത് ആവറേജ് ആണ്. മൺഡേ റേറ്റിംഗ്, ട്യൂസ്ഡേ റേറ്റിംഗ്, വെനസ്ഡേ റേറ്റിംഗ് അറിയാലോ, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഞാൻ എല്ലാവർക്കും കൂടെ വേണ്ടി പറഞ്ഞതാണ്, നോട്ട് ടുവേർഡ്സ് യു. അപ്പൊ ഈ ഓരോ ദിവസവും ചൊവ്വാഴ്ച റേറ്റിംഗ് കൂടിയിട്ടുണ്ട്. എന്താ വിഷയം? അത് ഇന്ന വീട് വർക്ക് ചെയ്ത ദിവസം, ആ വില്ലന്റെ വൈഫിന്റെയും വീട് ആ സിറ്റുവേഷൻ വന്ന ദിവസം റേറ്റിംഗ് നല്ല പട്ട് സാരി, ചുവന്ന സാരി ഉടുത്തതിന്റെ ദിവസം റേറ്റിംഗ് കൂടിയിട്ടുണ്ട്. ഉണ്ട്. അങ്ങനെ വരെ അനലൈസ് ചെയ്യും ചാനലിൽ നിന്ന്. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മളോട് പറയാ, ആ ട്രാക്ക് മറ്റേ ട്രാക്ക് ഒട്ടും റേറ്റിംഗ് വന്നിട്ടില്ല, അത് വിട്ടു കളഞ്ഞോളൂ, ഇങ്ങനെ പോയിക്കോളൂ, അങ്ങനെ പോയിക്കോളൂ എന്ന് പറയാം. അപ്പൊ അത് തന്നെയാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്. ഇത് റേറ്റിംഗിൽ സംഗീതയ്ക്ക് ഒരിക്കലും ഒരു മനസ്സിലൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, ഉള്ള കാര്യങ്ങൾ പറയും. സംഗീത വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, എനിക്കറിയാവുന്ന ആളാണല്ലോ, വളരെ തുറന്നു സംസാരിക്കും. ഈവൻ സ്വന്തം എക്സിസ്റ്റൻസ് പ്രശ്നമായ പോലും എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യമാണ്. അത് വളരെ തന്റെ ഇടത്തോടുകൂടി പറയുകയും ചെയ്യും, സത്യസന്ധമായി പറയുകയും ചെയ്യും. ചിലപ്പോൾ ചില കോംപ്രമൈസുകളൊക്കെ ചെയ്യേണ്ടി വരാം, അത് നിവൃത്തി ഇല്ല, നമുക്ക് ചെയ്യേണ്ടി വരും. കാരണം അങ്ങനെ ഒരു പ്രൊഫഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണ്. എല്ലാവർക്കും സ്വന്തമായ നല്ല മെറ്റലുള്ള നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ ഈ യാത്ര ഒരു സാച്ചുറേഷനിലെത്തും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ. അത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇത് എൻ്റെ കാലഘട്ടം കഴിഞ്ഞോ എന്നൊരു ചോദ്യം വന്നല്ലേ? ഇല്ല, എൻ്റെ കാലഘട്ടം വരുന്നേ ഉള്ളൂ. കാരണം ഈ പറയുന്ന വേസ്റ്റ് നിർമ്മാർജ്ജനത്തിന് നമ്മളിപ്പം വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുക. അതെ, അതിപ്പം മാക്സിമം നമ്മൾ വേസ്റ്റുകളെല്ലാം ഇങ്ങനെ ഈ ഇത് അങ്ങ് ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്ക് തെളിമയോടുകൂടി ഒരു ജനറേഷൻ വരുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ജനറേഷനാണ് എൻ്റെ പ്രതിഷ്ഠ. ഇവർക്ക് വേണ്ടി ഞാൻ സീരിയലുണ്ട്. ഇപ്പൊ സീരിയലിന്റെ സബ്ജക്ട് സെലക്ട് ചെയ്യുന്നത് പോലും മാർക്കറ്റിംഗിന്റെ ഹെഡും കൂടി ഇരുന്നിട്ടാണ്. ഞാനൊരു ചർച്ചയ്ക്ക് പോയപ്പോൾ മാർക്കറ്റിംഗ് ഹെഡ് പറയണം, ഈ സബ്ജക്ട് എങ്ങനെ ഞങ്ങൾ വിറ്റെടുക്കും? വളരെ ശരിയാണ്. ഇങ്ങനെ ചെയ്യുന്നിടത്ത്
എന്താ സ്വാതന്ത്ര്യം ഈ സംവിധാനം? ഞാൻ പറയുന്നത് ഇവർക്ക് സംസാരിക്കാൻ എളുപ്പമുണ്ട്, കാരണം ഇവർക്ക് പ്രാക്ടിക്കൽ ഒന്നും അറിയണ്ടാവില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ കോടിക്കണക്കിന് രൂപ മുടക്കിയെടുക്കുന്ന സിനിമയ്ക്ക് സെൻസറിങ് ഉണ്ട്. സെൻസറിങ് ചെയ്ത് ന്യൂ സൗണ്ട് അടിച്ച് മ്യൂട്ടും അടിച്ച് ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയ ഒരുപാട് സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യം സംസാരിക്കുന്ന സർക്കാരിൽ പോലും വലിയ മ്യൂട്ടിങ്ങും വലിയ സെൻസറിങ്ങും വന്നു. നമുക്കിപ്പോ ഇവിടെ ശ്രദ്ധയപ്പെട്ട ഏക സെൻസറിങ് എന്ന് പറയുന്നത് ദേവിയുടെ അടുത്താണ്. സ്വയം ഏറ്റെടുത്ത് ചെയ്ത ഒരു സെൻസറിങ്. ഇല്ല, ചില ചാനൽസ് ചില വാക്കുകൾ പറയാൻ സമ്മതിക്കാറില്ല. പലപ്പോഴും സ്ക്രിപ്റ്റിൽ അബദ്ധവശാൽ ചില ചാനൽസ് പറഞ്ഞിട്ടുള്ള വാക്ക് പണ്ടാരം എന്ന് പറയുന്നത് ആ വാക്ക് പറയാൻ പറ്റില്ല. അതൊരു കമ്മ്യൂണിറ്റിയാണ്. അല്ല, അതെന്തുകൊണ്ടാണ് സംഗീതം വെച്ചാല് അത് കേസ് വരുന്നതുകൊണ്ടാണ്, അല്ലാതെ അത് വൾഗർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനെ മറികടക്കണം ഒരുപാട് വാക്കുകളും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. പക്ഷെ വൾഗാരിറ്റി വരുന്ന വാക്കുകളൊന്നും ടെലികാസ്റ്റ് ചെയ്യാറില്ല. വൾഗാരിറ്റി ഉദ്ദേശിക്കുന്ന വാക്കുകളിലല്ല, ഇവിടെ ചേഷ്ടകളിലായിരിക്കും വൾഗാരിറ്റി. അത് മനസ്സിലാക്കുക. എന്താ കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം കൊണ്ട് തന്നെ അത് വൾഗറായി പോകും. ആർട്ടിസ്റ്റുകൾ ബിഹേവ് ചെയ്യല്ല, ഒരു സീരിയലിലും ആർട്ടിസ്റ്റുകൾ ബിഹേവ് ചെയ്യല്ല. അവർ ഈ ഉറഞ്ഞു തുള്ളുകയാണ്. കണ്ണൊക്കെ ഇട്ട് കാണിക്കുന്ന നമ്പറൊക്കെ കണ്ട ചുണ്ടും പ്രത്യേകിച്ച് വില്ലതയാണെങ്കിൽ എല്ലാരും ഇപ്പൊ സുമിത്രയുടെ മുഖത്തേക്ക് സുമിത്രയ്ക്ക് രണ്ട് കണ്ണുള്ളതാ പ്രശ്നം. അങ്ങനെയാണ് സംവിധാനം പറയുന്നത്. നമ്മള് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ കണ്ണുരുട്ടി തുറക്കണം. സ്ക്രീനിന് മുമ്പിൽ വരുമ്പോ അതിന് ഡയലോഗ്സ് പറയുന്നത്. അല്ല, സുചിത്രയുടെ ഈ ഭാവങ്ങളിലുള്ള ഈ വില്ലത്തരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് സംവിധായകൻ സുചിത്രയോട് പറയുന്നത്? പറഞ്ഞാട്ടെ, എങ്ങനെയാണ് ഏത് രീതിയിലാണ് നമ്മൾ അതിന്റെ ആ ഒരു വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു തരാറുണ്ട്. നല്ലപോലെ പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്യണം, അത് അവിടെ ഇങ്ങനെ പറഞ്ഞാലേ പറ്റുള്ളൂ, അങ്ങനെ പറഞ്ഞു തന്നെ ചെയ്യിപ്പിച്ചെടുത്തൊരു. അപ്പൊ അത് നമ്മുടെ ആയുധം കണ്ണാണോ? എന്നെ ഇപ്പൊ അവിടെ കണ്ണുരുട്ടലുകൊണ്ടാണ്. ശരത്ത് മിനി സ്ക്രീനിൽ മാത്രമല്ല സിനിമയിലും സ്ഥാനം പിടിച്ചിട്ടുള്ള ആളാണ്. ശരത്തിന്റെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ കളവാണോ, ഈ സീരിയലിന്റെ കളവാണോ, എന്താണ്? ഞാൻ എന്താ വെച്ചാല് എനിക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സീരിയലില്. നേരത്തെ മാധവൻകുട്ടി സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ അങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു. PR നാഥൻ സാറിന്റെ ഉജ്ജ്വലമായ സ്ക്രിപ്റ്റ്, ഗോപിനാഥ് സാറിന്റെ ഡയറക്ഷൻ. അപ്പൊ അത്തരം നല്ല നല്ല ഒരുപാട് കഥാപാത്രങ്ങൾ എനിക്ക് സീരിയലിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. MT സാറിന്റെ നോവല് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നേരത്തെ ഇപ്പോൾ കാലം മാറുന്ന ഒരു ഘട്ടമാണിത്. അപ്പോൾ അതിൽ നിന്ന് നേരത്തെ സംഗീത പറഞ്ഞ പോലെ ആ ദൂരദർശനിൽ നിന്ന് നേരെ ഇവിടേക്ക് എത്തി, പ്രൈവറ്റ് ചാനൽസിലേക്ക് എത്തി. അപ്പോൾ ഒരുപാട് ചെറിയ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും എനിക്ക് വേറെ തൊഴിലറിയില്ല. എനിക്ക് എൻ്റെ മക്കളെയും എൻ്റെ കുട്ടികളെയും എൻ്റെ ഫാമിലി ഉണ്ടാകണം. ഞാൻ വീട് വെച്ചതും എനിക്ക് കാർ വാങ്ങിയതും ഒക്കെ എനിക്ക് 3-4 സീരിയൽസിന്റെ കാശ് കൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ സീരിയലിനെ തള്ളി പറയില്ല. നമുക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിനൊരു പരിഹാരം എന്ന് പറയാൻ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സൈക്കോളജിസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏതാണ് കാണേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മൾ കാണാം, വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാനുള്ളൊരു ബുദ്ധി, ഒരു മനസ്സ് നമ്മൾ കാണിച്ചെടുക്കണം. അല്ലെങ്കിൽ അതാണ് എനിക്ക് പ്രേക്ഷകരോടും അഭ്യർത്ഥിക്കാനുള്ളത്. അതായത് കേരള സമൂഹം പരിപൂർണമായിട്ട് ഈ പറഞ്ഞ പോലെ പുറത്താക്കിയിരുന്ന പ്രേതങ്ങളും എല്ലാ ബാധകളൊക്കെ പിന്നീട് നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തി. കിഷോറെ തിരിച്ചു കൊണ്ടുവന്നു. എവിടുന്നാണ് ഇവന്മാരെ കൊണ്ടുവന്നെന്ന് മാത്രമേ എനിക്ക്. അല്ല, അതിന്റെ ഒരു കൊച്ചു കഥ പറയാം. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് കള്ളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞ പടം സെക്കൻഡ് ഷോ കണ്ടിട്ട് നേരം വെളുക്കുന്നവരെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇരുന്നു. നേരം വെളുത്തിട്ട് വീട്ടിൽ പോയി പേടിച്ചിട്ട്. പക്ഷേ ഞാൻ എൻ്റെ മകനെ ആകാശഗംഗ എന്ന് പറഞ്ഞ പടം കാണിക്കാൻ കൊണ്ടുപോയപ്പോ DTS ഒക്കെ അല്ലേ, അപ്പോ അതിലെ മോർഫിംഗ് ഒക്കെ വരുമ്പോൾ എൻ്റെ മകൻ 3 വയസ്സുള്ള മകൻ പേടിക്കുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകാൻ വേണ്ടി അവൻ്റെ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ആ മയൂരി എന്ന് പറഞ്ഞ നടി പെട്ടെന്ന് പൂച്ചയായി മാറിയപ്പോൾ അവൻ എൻ്റെ പറഞ്ഞു, മാമി അതാ പൂച്ചയായി. ആ ആസ്വാദന ബോധം ഇപ്പൊ അങ്ങനെ പോയി. അതുകൊണ്ട് എന്താ പറയാ, രാജസേനൻ ചെയ്തൊരു പടത്തില് എൻ്റെ കഴിഞ്ഞ സീരിയലിൽ അഭിനയിച്ച രാജശ്രീ പ്രേതമായിട്ട് വന്നിട്ട് സുരേഷ് ഗോപിയുടെ കൂടെ ഇരുന്ന് ഇഡലി തിന്നുന്ന കാലമാണ്. അതുകൊണ്ട് ഇപ്പൊ പ്രേതങ്ങളെ വിലയില്ല. പ്രേതങ്ങൾ നമ്മുടെ സന്തത സഹചാരികളായി മാറി. വെള്ള സാരി കൊടുത്ത് നടന്നാൽ ആളുകൾ പോവും. അതെ, ട്രോളിയിൽ പോകുമ്പോൾ പറയും ഇതാ അത് മറ്റേ ട്രോളിൽ പോകണം. മക്കളെ, നിങ്ങൾക്ക് പ്രേതങ്ങളെയൊക്കെ പരിചയമുണ്ടോ ആർക്കെങ്കിലും ഇവിടെ? ഈ സീരിയൽ കാണുന്ന കുട്ടിയാണോ? അല്ല, ആദ്യമായിരുന്നു. എന്താ കണ്ടോണ്ടിരുന്നത്?
ഒട്ടുമിക്ക സീരിയലുകളും കാണുമായിരുന്നു. ഒട്ടുമിക്ക സീരിയലുകൾ ഈ കുട്ടി കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ പിന്നീട് അതിൽ ആവർത്തന വിരസത കാരണം അത് കാണാനുള്ള ഒരു ഇത് മാറി കിട്ടി. ഇപ്പോഴേക്കും പിന്നീട് റിയാലിറ്റി ഷോകളിലോട്ടാണ് ഒരു ട്രെൻഡിലേക്ക് മാറി. കുറച്ചുകൂടി കഷ്ടം. അതായത് ഈ കുട്ടി മദ്യപാനം നിർത്തി മയക്കുമരുന്നിലേക്ക് പോയി. അതാണ് സംഭവിച്ചത്. ഇപ്പൊ ഒന്നും കാഴ്ചയില്ല. എന്തൊരു നല്ല കുട്ടിയായി. ഇപ്പോഴാണ് ഈ കുട്ടിയുടെ സ്വഭാവം പരിപൂർണമായും നവീകരിക്കപ്പെട്ടു. എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന ഒരു അതാണ് നമ്മൾ കണ്ടുവരുന്നത്. കാരണം മലയാളികളുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നതിനെ സീരിയലിനെ ബ്ലെയിം ചെയ്യാന്നുള്ളത് അടിസ്ഥാനരഹിതമാണ്. ബ്ലെയിം ചെയ്യാൻ പാടില്ല. അഡ്വക്കേറ്റ് സമീറക്കെതിരെയുള്ള ആഞ്ഞടിക്കലാണ്. കാരണം ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. ഓഫ്കോഴ്സ് ഞാൻ സൈക്കോളജി സൈക്കാട്രി ഒക്കെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. ഒരിക്കലും ഞാൻ കംപ്ലീറ്റഡ് അല്ല. എങ്കിലും ഞാൻ ആസ് എ സ്റ്റുഡന്റ് എനിക്ക് പറയാൻ പറ്റും, ഒരു വ്യക്തിനെ ഒരു ലിമിറ്റിൽ കൂടുതൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് അയാളെ എഫക്ട് ചെയ്യാൻ പറ്റില്ല. അയാളുടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റിൽ ഒരു കണികയെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രമേ പുറത്തുനിന്നൊരു തെറ്റ് കാണുമ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല, അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു അറിവ് വളരെ കുറഞ്ഞ അറിവ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇയാള് പറയുന്നത് പോലെയാണ് ഈ കാര്യങ്ങളെങ്കിൽ ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസും കൂടി ചേർന്നുകൊണ്ടാണ് ഒരു ബിഹേവിയർ വരുന്നത്. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യം ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ടെലിവിഷനിലോ ഏത് ദൃശ്യമാധ്യമത്തിൽ ഏതിൽ വന്നാലും തന്നെയും അതൊരു സോഷ്യൽ മോഡലിങ്ങിന് വിധേയമാകാൻ സാധ്യത വളരെ കൂടുതലുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ ഇടയിൽ. കാരണം അത് അതിന് തിയറീസ് ഉണ്ട്, അതിന് വേണ്ടപ്പെട്ട ഒരുപാട് സ്റ്റഡീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റഡീസ് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു കുട്ടിയുടെ മോറൽ സെൻസ് ഡെവലപ്പ് ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്നത് മോശം കാര്യങ്ങളാണ് ആദ്യം പഠിക്കുന്നത്. അത് ദൃശ്യമാധ്യമങ്ങൾ ഒരുപക്ഷെ ടെലിവിഷൻ സീരിയലുകളാണെന്ന് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അത് ഒരുപക്ഷെ സിനിമയാകാം, സോഷ്യൽ മീഡിയയിൽ കാണപ്പെടുന്ന ഏതെങ്കിലും ഒരു വീഡിയോ ആകാം. ഏതാണെങ്കിലും ഏറ്റവും ആദ്യം ഒരു കുഞ്ഞ് പഠിക്കുന്നത് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മോശപ്പെട്ട കാര്യങ്ങളാണ്. അത് മോറൽ സെൻസ് ഡെവലപ്പ്. അമർ പറഞ്ഞതിന്റെ വേറൊരു ഒരുപക്ഷെ ഈ ചർച്ചയ്ക്ക് ഒരുപക്ഷെ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി, ഒരു ദിശാബോധം പകരാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം പിക്കപ്പ് ചെയ്യുന്നത് ഇപ്പം നവമാധ്യമം എന്താണ് നമ്മുടെ മനസ്സുകളെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ പരിസരം തന്നെയാണ്. ഈ പരിസരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സീരിയലുകളും സ്കൂളുകൾ ഇപ്പോൾ സ്മാർട്ട് ബോർഡാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് വന്ന കാര്യം എന്താ, പെട്ടെന്ന് അത് പിക്ക് ചെയ്യും കുട്ടികൾ. അതുകൊണ്ടാണല്ലോ സ്ക്രീനിൽ കാണി പണ്ട് ടീച്ചറിന്റെ വായിൽ നിന്ന് മാത്രം കേട്ട് പഠിച്ചത് ഇപ്പൊ ഒരു സ്മാർട്ട് ബോർഡുകൾ, സ്മാർട്ട് ക്ലാസ് റൂംസ് ഗവൺമെന്റ് സ്കൂൾ പോലും ആക്കുന്നത് അത് വിഷ്വലൈസ് ചെയ്ത് കാണുമ്പോൾ കൂടുതൽ എളുപ്പത്തിൽ അവരുടെ ഹൃദയത്തിലേക്ക് പതിയുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അത് ചീത്ത കാര്യമാണെങ്കിൽ കുറച്ചും കൂടെ വളരെ പെട്ടെന്ന്. ഞാൻ ഈ സൈക്കോളജി പഠിച്ച് പൂർത്തിയാകാത്തൊരു കുട്ടിയുണ്ട്. മൈക്ക് ചേർത്ത് പിടിക്കാൻ മോളെ, ഞാൻ മോളോടൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രങ്ങൾ ഒരു 25-30 വർഷം മുമ്പ് പഞ്ചാബിലെ പെൺകുട്ടികൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണ്. കേരളവുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ ശരത്തിട്ടിരിക്കുന്ന വസ്ത്രം, കിഷോർ ഇട്ടിരിക്കുന്ന വസ്ത്രം, ഹിമാലയ, ഇതൊക്കെ അമേരിക്കയിലെ കൗബോയ്സ് ഇട്ടിരുന്ന വസ്ത്രങ്ങളാണ്. കഴിഞ്ഞ 20-25 വർഷം കൊണ്ട് ഈ വസ്ത്രങ്ങളൊക്കെ നിങ്ങളുടെ അരയിലേക്ക് കയറാനുള്ള കാരണം എന്താണ്? ഈ മീഡിയ. അത്രത്തോളം സ്വാധീനം ഈ മാധ്യമ ശകലങ്ങൾ നിങ്ങളുടെ മനസ്സ് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊന്നും സൃഷ്ടിക്കുന്നില്ല എന്ന് എങ്ങനെ പറയുന്നു? അപ്പൊ അതില് ഈ സീരിയല് മാത്രം ഞങ്ങൾക്ക് സ്വാധീനമില്ല. സ്വാധീനിക്കുന്നതിൽ തന്നെ നമ്മൾ ശരിയെന്ന് കണ്ട് ഏറ്റെടുക്കുന്ന സ്വാധീനങ്ങളും വേണ്ടാന്ന് പറഞ്ഞ് തിരസ്കരിക്കുന്ന സ്വാധീനങ്ങളും ഉണ്ടല്ലോ. അത് വളരെ കുറവാണ്. സംഗീത, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ ശ്രീ ശാന്തിവിള ദിനേശിന്റെ ഒക്കെ മനസ്സിൽ ഇപ്പൊ ഉള്ള ഒരു വസ്ത്രം എനിക്ക് ഉറപ്പുണ്ട്, ശാന്തിവിള ദിനേശൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്തുള്ള ഒരു ഹാഫ് സാരി ആയിരിക്കും അല്ലെ? എപ്പോഴും മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. എത്ര കണ്ട് നമ്മള് ഈ മാധ്യമങ്ങളിലൂടെ ഈ പറഞ്ഞ പോപ്പുലർ മാസ് കൾച്ചറിലൂടെ നമ്മള് മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള സംഭവങ്ങളെ നമ്മൾ കടമെടുക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വസ്ത്രധാരണത്തിന്റെ കാര്യം പറയുന്നത്. ഇൻവേഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉദാഹരണം, നിങ്ങളുടെ സീരിയലിൽ നിങ്ങൾ കാണിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം, ഞാൻ 100% പറയട്ടെ, ആ ഒരു കഥാപാത്രവുമായി താതാത്മ്യം പ്രാപിക്കുന്ന ആ വീട്ടമ്മ പിറ്റേ ദിവസം ട്രൈ ചെയ്യണം. ഇല്ലേ സുചിത്ര? ഇല്ലേ? അവിടെയാണ് നമുക്ക് ചോയ്സസ്. അവൻ ഈ കിഷോർ ഇതൊക്കെ കളഞ്ഞു.
ഇത് കള്ള് ഷാപ്പിൽ നിന്ന് കള്ള് കുടിച്ച് പാട്ടും പാടി അങ്ങ് പോയി. അതിനോട് നമ്മൾ ആദ്യം നിലപാടുകളുള്ള ആളാണ്. നോന്ന് പറയേണ്ടടുത്ത് നമുക്ക് നോന്ന് പറയാനും ഫുഡ് പരിപാടിയും ആരും കണ്ടിട്ട് ഒന്നും ഉണ്ടാക്കി നോക്കണ്ടെന്നാണോ? ഞാനിപ്പോ അറിയാതെ അഡ്വക്കേറ്റ് ഷമീറൊക്കെ ഒരാളെ കുത്തിക്കൊന്നാൽ വക്കീല് ചെയ്യോ? അത് അവിടെയാണ് തിരിച്ചറിവ് ചെയ്യുന്നത്. വളരെ കറക്റ്റാണ്. അതായത് മനഃശാസ്ത്ര വിദഗ്ധൻ പറഞ്ഞതിനകത്ത് വളരെ കാര്യമുണ്ട്. ഉദാഹരണത്തിന് ദൃശ്യം എന്നൊരു സിനിമ, ഇറ്റ്സ് എൻ ഔട്ട്സ്റ്റാൻഡിംഗ് മൂവി. അതിന് ആർക്കും യാതൊരു പരാതിയില്ല. ഭയങ്കരമായ സക്സസ് ആയിരുന്നു, ഭയങ്കരമായ പെർഫോമൻസ് ആണ്, നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്, നല്ല ഡയറക്ഷനാണ്. ദൃശ്യം മോഡലിൽ പല കൊലപാതകങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും, ഞങ്ങളെല്ലാവരും, ഇപ്പം ഞാനും ശാന്തി വിളിച്ചതിന് ശേഷം അപ്പുറത്തേക്ക് ഞങ്ങളെല്ലാവരും നാളെ രാവിലെ പോലും മോഹൻലാലിലോട്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് മറ്റേടത്ത് പോയി ഒരാളെ കൊല്ലാൻ പ്ലാൻ ചെയ്യാൻ പോവില്ല. കൊല്ലേണ്ടവനുണ്ട്, അവൻ കൊല്ലും. അവന് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ ഒരു കോഴ്സാണ്. ഒരു കോഴ്സാണ്. പക്ഷെ അത് വേറെ രീതിയിലായിരിക്കും. ഇത്രയും ആളുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു മർഡർ നടന്നിരിക്കുന്നു. അപ്പൊ സ്വാധീനമുണ്ട്. സ്വാധീനം ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞു. ഇവിടെ ഇപ്പൊ ഈ ഇരിക്കുന്ന ഒറ്റ കുട്ടി പോലും ഈ ശാന്തിവിള ദിനേശന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഡാവണി ആരൊരു കുട്ടി ധരിച്ചിട്ടില്ല. സംഗീത, നിങ്ങളും ഞാനും നമ്മുടെ പ്രൊഡക്ട്സിലൂടെ നമ്മൾ ഇവരുടെ മനസ്സുകളെ കവർന്നെടുക്കുകയാണ്. ഞാൻ ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ. സ്ഫടികം പോലുള്ള ഒരു മനസ്സ്, അതായത് ഒരു ക്രിസ്റ്റൽ പാത്രമാണ് നമ്മുടെ മനുഷ്യന്റെ മനസ്സ്. അത്രത്തോളം സംരക്ഷിക്കേണ്ട മനസ്സുകളെ നിങ്ങൾ വിപണിക്ക് വേണ്ടി വിട്ടുകൊടുക്കണോ വേണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് പറ, ശരത്ത് ഉത്തരം. അത് ഞാൻ ഉത്തരം പറയേണ്ടതാണോ? അല്ല, നിങ്ങളൊക്കെ അമ്മാരും ആടിക്കൊണ്ടിരിക്കണേ. വളരെ റെലവന്റ് ആണ് ക്വസ്റ്റ്യൻ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിലൊരു തിരിച്ചറിവ്. കാരണം ഞങ്ങൾക്കിപ്പോ ഇനി മാഡം എത്ര പറഞ്ഞാലും ശരി, ഞങ്ങൾക്കൊരു പരിമിതിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനപ്പുറം ചെയ്യാൻ കെൽപ്പുള്ള സംവിധായകരാണ് ഈ ഇരിക്കുന്നത്. പക്ഷെ അവരിന് വരാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ശ്രീ മാധവൻകുട്ടി ചിന്തിക്കുന്നത്. അല്ലല്ല, മാധവൻകുട്ടി സാറിന്റെ സിനിമയിലും ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സീരിയലിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലൊന്നും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. വളരെ സത്യസന്ധമായിട്ട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതായത് അല്ല, ഇത് ഞാൻ അംഗീകരിച്ചതാണ്. ഞാൻ എന്റെ മക്കളെ കാണിക്കാതിരിക്കണമെങ്കിൽ എനിക്കൊരു തോന്നലുണ്ട്, അത് കണ്ടാൽ ശരിയാവില്ല. അത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതല്ല. പ്രായം വരെ അത് കഴിഞ്ഞാൽ they should be able to decide. അവർ തീരുമാനിക്കണം, തിരിച്ചറിവ് ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ക്വസ്റ്റ്യന് ഉത്തരം പറയേണ്ട ആള് സൈക്കോളജിസ്റ്റ് ആണ്. എങ്ങനെയാണ് ഒരു പ്രേക്ഷകൻ ഒരു സീരിയലിനെ എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് നിർവചിക്കേണ്ടത്, അതിനുള്ള വഴികൾ പറഞ്ഞു തരേണ്ടത്. ഒരു സൈക്കോളജി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്ന ഒരു രോഗിയല്ലേ അദ്ദേഹത്തിന്. ഇപ്പൊ കണ്ടത് ഈ മുത്തശ്ശിയില്ലേ, ഈ മുത്തശ്ശി ഇത്രത്തോളം ആഴ്ന്നിറങ്ങി കാണുമ്പോൾ എങ്ങനെയാണ് അത് കാണരുതെന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അതിനൊരു വഴി കാണിച്ചു തരേണ്ടത്. ഞാനൊരു കാര്യം ഇടയ്ക്ക് സൂചിപ്പിച്ചോട്ടെ. നമ്മൾ ഈ ഡിസ്കഷൻ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ പല കാര്യങ്ങളിലും തീരുമാനം എടുക്കുന്നത് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി വെച്ചിട്ടല്ല. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങുന്നു എന്ന് വിചാരിക്കുക. ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ആപ്പിളിൻ്റെ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നു. പലരും ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് മേടിക്കുന്നത് ആപ്പിളിനോടുള്ള സ്നേഹം കൊണ്ടല്ല. പല സ്ഥലങ്ങളിലും നമുക്കൊരു ഇമേജ് ബിൽട്ടപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. ഞാൻ ആപ്പിളിനെ ടാർഗറ്റ് ചെയ്ത് പറയുന്നതല്ല. അതിനേക്കാൾ വളരെ നല്ല പ്രോഡക്റ്റ് അവൈലബിൾ ആണെങ്കിൽ പോലും നമ്മൾ അതിലേക്ക് പോയി വിരൽ ചൂണ്ടി ഇത് വേണം എന്ന് ആവശ്യപ്പെടുന്നത്, 1 ലക്ഷം രൂപ കൊടുത്ത് ഫോൺ മേടിക്കുന്നത് നമ്മൾ അത് ഉപയോഗിക്കാൻ കെൽപ്പുള്ള ആളാണെന്ന് മറ്റൊരാളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഒരു മെന്റൽ ഇമേജായി പരസ്യങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലെത്തി നമ്മളെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതെ, ടെലിവിഷൻ സീരിയലുകളാണെങ്കിലും ഒരു സിനിമയാണെങ്കിലും ചെയ്യുന്നത് ഇതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഒരു കൊച്ചുകുട്ടിയെ ഉപദ്രവിക്കുന്നു എന്ന് കാണുന്ന എല്ലാവരും പോയി കൊച്ചുകുട്ടികളെ നാളെ മുതൽ ഉപദ്രവിക്കാൻ പോകില്ല. പക്ഷേ എന്തെങ്കിലും ഒരു അവസരം വന്നാൽ നമ്മുടെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് അതിന് 100% ഉറപ്പാണ്. കാരണം ഇപ്പൊ സൈക്കോളജിയിൽ മനസ്സിലൊരു ദുഷ്ടിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ ആദ്യം മനസ്സിലേക്ക് ആവാഹിക്കാൻ പോകുന്ന ഒരു രൂപം എന്ന് പറഞ്ഞാൽ സുചിത്രയുടെ രൂപമായിരിക്കും. അല്ല, എനിക്ക് അപ്പോഴും എനിക്ക് പറയാറുണ്ട്, അല്ല ഒരു യെസ് ഓർ നോ ചോയ്സ് എന്നൊരു സാധനം ഇല്ലേ അപ്പോഴും. എന്തോന്ന് ചോയ്സ് ഈ സംഗീതം. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ശരിതെറ്റുകളുടെ കമ്പാർട്ട്മെന്റിലൂടെ പോകുന്നതല്ല. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കുട്ടിയെ ഉപദ്രവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടുമ്പോ ഉടനെ എന്റെ മനസ്സിൽ മറ്റേ വിഷ്വൽ ഉണ്ടല്ലോ, എന്നാ പിന്നെ ഞാൻ ഉപദ്രവിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു മനസ്സ് എന്ത്
ഒരു സെക്കൻഡ് സംഗീത, നമ്മളിപ്പോൾ ഉദാഹരണം നമ്മളെങ്ങനെയാണ് നമ്മുടെ പരിസരമാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. എനിക്ക് ദേവിയോട് ചോദിക്കാനുള്ളത്, ഈ ഡബ്ബിങ്ങിൽ ഒരു സ്വാഭാവികമായിട്ടും ഇപ്പം പണ്ട് വളരെ ക്രൂഡായിട്ടാണ് നമ്മുടെ ആൾക്കാർ, ഇപ്പോൾ എല്ലാവരും ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പല ടേംസും ഇപ്പം മെഡിക്കൽ ടേംസ് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ടേംസ് ആണെങ്കിൽ എത്രത്തോളം നമ്മുടെ പ്രേക്ഷകരെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ ഒരു തരത്തിലും ഗന്ധവും ഗുന്തവും ഇല്ലാത്ത രീതിയിലാണ് പല വാക്കുകൾ ഉപയോഗിക്കുന്നത്. അല്ല, ഈ മെഡിക്കൽ ആൾക്കാർക്ക് ഒരു ഗുണമുണ്ട്, ആ വാക്ക് കേട്ട ഉടനെ ഗൂഗിൾ ചെയ്ത് നോക്കും. അതെ അതെ, നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഇപ്പൊ പുരാണമാണെങ്കിൽ പോലും ഒരു തെറ്റായ കാര്യമാണ് നമ്മൾ ഡബ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ഈ യൂട്യൂബും ഹോട്ട്സ്റ്റാറും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി കമന്റ്സ് വരും. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചാണ്, മാക്സിമം ഭാഗപ്പിഴകൾ വരാതിരിക്കാൻ ശ്രദ്ധിച്ചാണ് ഡബ് ചെയ്യുന്നത്. ചില വാക്കുകളുടെ പ്രൊനൗൺസിയേഷനിൽ നമുക്ക് സംശയം വന്നാൽ പ്രൊനൗൺസിയേഷൻ ഗൂഗിളിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാറുള്ളൂ. ഈ ഇടയ്ക്കൊരു സീരിയലിൽ ഒരു മെഡിക്കൽ ടേം തെറ്റായി ഉപയോഗിച്ചതിന് ആ മനുഷ്യൻ പാവം ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു യൂട്യൂബ് കമന്റ്സിലൂടെ. അപ്പോൾ വളരെയധികം ഇൻ കേസ് ഞാൻ ഡബ് ചെയ്യുന്ന സമയം, ഞാനെന്ന് മാത്രമല്ല മിക്ക ഡബിങ് ആർട്ടിസ്റ്റുകളും സംശയം വന്നാൽ ഒന്നുകിൽ ഗൂഗിൾ ചെയ്തിട്ട് നമുക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പല പ്രൊഫസേഴ്സിനെയും, ഞാൻ എൻ്റെ പ്രൊഫസേഴ്സിനെയൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. ചില മലയാളം വാക്കുകളിൽ സംശയം വരുമ്പോൾ ചോദിക്കാറുണ്ട്, അലിയാർ സാറിനോട് ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഡബ് ചെയ്യാനായിട്ട്. പണ്ടത്തെ പോലെ, പണ്ടാണെങ്കിൽ യൂട്യൂബിലേക്ക് സീരിയൽസ് വരില്ലായിരുന്നു, ഒരു പ്രാവശ്യം കേട്ടു പോവുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് റിപ്പീറ്റഡ് ആയിട്ട് ടെലികാസ്റ്റ് ഉണ്ട്. യൂട്യൂബിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു തന്നെ ചെയ്യണം. വളരെ ലാഘവത്തോടെ ഡബ് ചെയ്യാൻ പറ്റില്ല. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കഥാപാത്രം ഒരിക്കലും സമൂഹത്തിൽ നിന്ന് പോകുന്നില്ല. ശരത്ത്, ഇത് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഫാൻ ഫോളോയിങ് ഉണ്ടാവുമല്ലോ ഈ സീരിയൽ കണ്ടിട്ടും നിങ്ങളുടെ ഈ പ്രോഡക്ട്സ് കണ്ടിട്ടും. ഫാൻ ഫോളോയിങ്സ് ഉണ്ട്, അതില്ല എന്ന് നമ്മൾ പറയുന്നില്ല. അപ്പൊ ഫാൻസിന്റെ ഒക്കെ വരില്ല ചേട്ടാ, അത് ചെയ്യേണ്ടിയിരുന്നില്ല, ആ ഒരു അത്രത്തോളം. ഞാൻ അപ്പൊ തുറന്നു പറയും, പൊന്നു മോനെ ഇതിങ്ങനെയാണ് വരുന്നത്, ഇതിങ്ങനെയാണ് അവസാനിക്കുന്നത്, ദയവായിട്ട് ആ രീതിയിൽ ഇരുന്ന് കാണണം പ്ലീസ് എന്ന് ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിക്കാറുണ്ട്. ഇത് റിയാലിറ്റി അല്ല. എനിക്ക് ഒത്തിരി ഫാൻസ് ഉണ്ട്, ഒരുപാട് ഒന്നുമില്ല. ഞാൻ ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും പറയാറുണ്ട്, ഞാൻ പലയിടത്ത് ചെല്ലുമ്പോഴും എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും എന്റെ അടുത്ത് നന്നായി ചെയ്യുന്നുണ്ട്, നല്ല പെർഫോമൻസ് ആണെന്ന് മാത്രമേ എന്നോട് പറഞ്ഞു. അത് തിരിച്ചറിവുണ്ട് എന്നുള്ളതാണ്. ഉത്സവകാലമാണ് ഇപ്പൊ നടക്കുന്നത്. അതറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വില്ലത്തികൾക്ക് ഈ പറഞ്ഞ നായികമാരെക്കാൾ കൂടുതൽ ഡിമാൻഡ്. ആ പ്രായത്തിലുള്ളവർ ഇത് കഴിഞ്ഞാൽ സുചിത്രയുടെ ഇടപാട് തീർന്നു. അടിക്കാനോങ്ങിയ വടി മിക്കവാറും ചേട്ടത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അമ്മൂമ്മമാരും കൊച്ചുകുട്ടികളും ആണുങ്ങളുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഏറ്റവും വലിയ ഇരകള് അവരാണ് നമ്മുടെ സുചിത്ര. പക്ഷെ ചില സ്ഥലത്തേക്ക് പോകുമ്പോൾ ആൾക്കാർ ഇതുവരെ എനിക്ക് ഒരു മോശമായ അപ്പൊ ആ വീടിന്റെ അവസ്ഥ നോക്കിയിട്ടാണ് സുചിത്ര പോകാറുള്ളത്. അല്ലല്ല, പൊതുവേദികളിൽ പോയാലും എവിടെ പോയാലും എനിക്ക് ഇന്ന് വരെ ഒരു മോശമായ നമ്മുടെ കഥാപാത്രത്തിന്റെ ആ ഇന്റൻസിറ്റിയെ എന്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര പൊസസീവ്നെസ് ആണ്. എന്റെ ഹസ്ബൻഡ് എന്റേത് മാത്രമായിരിക്കണം. അതിനു വേണ്ടി കാണിക്കുന്ന പരാക്രമങ്ങളാണ് അതിനകത്ത് കാണുന്നത്. അതാണ് എല്ലാ ഭാര്യമാർക്കും ഉള്ള സാധനം. പക്ഷെ അതിനുവേണ്ടി കാണിക്കുന്ന പരാക്രമം കുറിച്ച് കടന്നു ഈ ഭാര്യ അങ്ങനെ ആയിപ്പോയി. സുചിത്രയുടെ കഥാപാത്രം ചെയ്യുന്ന പരാക്രമം പോട്ടെന്ന് വെക്കാം. ഇതിനൊരു കുട്ടിയുണ്ട്. അയ്യോ, ആ കുട്ടിയുടെ മുഖത്തെ ഗോഷ്ടി കാണുമ്പോ ഞാൻ ഇങ്ങനെ അറിയിക്കും, ഈ കുട്ടി വലുതായ എന്താവും അവസ്ഥ. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട, ആ കുട്ടി ഒരു 10 വർഷത്തേക്ക് വലുതാവില്ല. ആ കുട്ടി അങ്ങനെ നിൽക്കാനുള്ള സാധ്യത കാണുന്നത്. നിതിന്റെ വസ്ത്രധാരണ ശൈലികളും രീതികളും സ്റ്റൈലുകളൊക്കെ അനുകരിക്കുന്ന ചെറുപ്പക്കാരുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. ഉണ്ട് ആൾക്കാർ ചോദിക്കും, ചേട്ടാ സ്റ്റൈൽ ആയി കേട്ടോ, അത് പറയാം. എന്നോട് പേഴ്സണലി മെസ്സേജ് പറയാറുണ്ട്, ചേട്ടൻ ഇന്നലെ ഇട്ട ഷർട്ട് പോരായിരുന്നു, വേറെ ഒരെണ്ണം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയാറുണ്ട്. ഈ ലോ വേസ്റ്റ് പാന്റ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇല്ല, ഒന്നാമത് ആ ക്യാരക്ടറിന് പറ്റുന്ന കോസ്റ്റ്യൂംസ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളൂ. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ്, അപ്പൊ അതിന്റെ ഒരു അന്വേഷണാത്മകമായ പത്രപ്രവർത്തനാണ്. അതെ അതെ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് 2 ഭാര്യ വേണമെന്നുള്ള കാര്യം അറിയുന്നത്. അതെ, നമ്മുടെ ഇടയിൽ ഒരുപാട് അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം, ഈ ഒരു ഘടകം ഈ സീരിയൽ നേരത്തെ വന്നിട്ടെങ്കിൽ ഇതിനൊപ്പം ഇത് താങ്കൾ നിറഞ്ഞ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കളുടെ ആവേശം. എന്റെ ക്യാരക്ടർ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് കിട്ടുന്ന ഫീഡ്ബാക്സ് ഒക്കെ വളരെ സ്വീകാര്യമാണ്. ഇനീഷ്യലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, കാരണം അതിനൊരു നെഗറ്റീവ് ഷെയ്ഡും കൊണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം രണ്ടാമത് കല്യാണം കഴിച്ചിരിക്കുന്ന കുട്ടിയോട് അത്രയും അടുപ്പമൊന്നും കാണിച്ചിട്ടുണ്ടായില്ല.
അപ്പം ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, അവർ ഈ പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ വന്നിട്ട് പറയാറുണ്ട്, മോനെ ആ കുട്ടിയോട് ഇച്ചിരൂടെ മയത്തിലൊക്കെ പെരുമാറണം എന്നൊക്കെ വന്ന് പറയാറുണ്ട്, ചില ഉപദേശങ്ങൾ. അപ്പം ഞാൻ പറയാറുണ്ട്, അമ്മ ഇതിങ്ങനെയാണ്, ഇതൊരു സീരിയലാണ്, സീരിയൽ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം. ശരത്താണെങ്കിൽ കുറച്ച് വളഞ്ഞിട്ട് എന്റെ പൊന്നുമോനെ തീർച്ചയായിട്ടും ഇല്ല, ശരത്തേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ശരത്തേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. എനിക്കും പേഴ്സണലി മെസ്സേജസ് ഒക്കെ വരുമ്പം എന്നോട്, അപ്പം ഇതിനകത്ത് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ പോകുന്ന ആൺകുട്ടികൾ പോലും സീരിയലിൽ നിന്ന് കാണുന്നുണ്ട്. എനിക്ക് വരുന്ന മെസ്സേജസിന് ഞാൻ സീരിയൽ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തെന്നാലും അങ്ങനെയുള്ളവരൊന്നും കാണാൻ പോകുന്നില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കോളേജിൽ പോകുന്ന ആൺകുട്ടികൾ പോലും ഇരുന്ന് സീരിയൽ കണ്ടിട്ട് എനിക്ക് മെസ്സേജസ് അയക്കാറുണ്ട്. എന്റെ മോനെ ഇതിനായാലും റിമോട്ട് അമ്മമാര് കൊടുക്കണ്ടേ, നിർബന്ധരാകല്ലേ അവിടെ ഇരുന്നിട്ട്. അതായിരിക്കാം. പക്ഷെ അവര് ഡീപ്പായിട്ട് ഇതിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഇന്ന പോലെ ടെക്നിക്കൽ പെർഫെക്ഷൻ വരെ അവർ പറഞ്ഞു തരാറുണ്ട്. കറക്റ്റ്. ഒരു പക്ഷേ സംഗീത ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ സീരിയലുകളുടെ സാങ്കേതികപരമായിട്ടുള്ള മേന്മയിൽ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. ഒരു കാര്യം സംഭവിച്ചു, നമ്മൾ ബംഗാളിലും മറ്റേ മറാഠിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഉള്ള കഥാപാത്രങ്ങളെയും കഥകളെയൊക്കെ അതേപോലെ നമ്മളിങ്ങോട്ട് പറിച്ചിടുകയാണ്. ചില അവിടെ സക്സസ്ഫുൾ ആയി എങ്കിൽ ഇവിടെ സക്സസ്ഫുൾ ആകുമെന്നുള്ള ഒരു ധാരണ ഒരു പക്ഷേ ശരിയാണ് താനും. പല പോപ്പുലർ സീരിയൽസും സ്വാഭാവികമായിട്ടും അവിടെ നിന്നുള്ള റീമേക്ക് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല അത്രത്തോളം. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇത് അവിടെ കാണുന്ന അമ്മമാർ ഇവിടെ കാണുന്ന അമ്മമാരും തമ്മിലുള്ള ഇത്രത്തോളം നമ്മൾ ഈ 100 വർഷം മുമ്പിലാണ് കേരളം സഞ്ചരിക്കുന്നതെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ സീരിയലുകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു യാതൊരു അവകാശവാദവും നമുക്ക് പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഇല്ലേ സംഗീത? ആണ്. റീമേക്കുകൾ, അതായത് ഒരു സ്ഥലത്ത് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ഫോർമുല ആണെങ്കിൽ ഇവിടെയും അത് വിജയം കാണും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് സ്റ്റോറീസ് പലപ്പോഴും റീമേക്ക് ചെയ്യുന്ന ചാനൽസ് ചൂസ് ചെയ്യുന്നത്. അത് ഓരോ കൾച്ചറിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഹിന്ദിയിലെല്ലാം നമുക്ക് അതേ കൾച്ചറിൽ അതേ സിറ്റുവേഷൻസ് ഇവിടെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് മാത്രമല്ല, ഇപ്പൊ പണ്ടൊക്കെ സീരിയലുകളിലൊന്നും പാട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ സീരിയലിലൊക്കെ നല്ല പാട്ടുകളും അതിന് ചിത്രീകരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പം അത്രത്തോളം നമ്മുടെ എന്താ പറയാ സീരിയലുകളിൽ സാങ്കേതികപരമായിട്ടുള്ള മേന്മയുണ്ട്. പക്ഷേ ഉള്ളടക്കത്തിന്റെ ആ സ്വഭാവത്തിൽ എത്ര കണ്ട് മാറ്റം. ഒരു ചാനൽ പിടിച്ചിരിക്കുന്ന തന്നെ തെലുങ്ക് തമിഴ് ദൈവിക സീരിയലുകൾ എടുത്ത് മലയാളത്തിൽ ഡബ് ചെയ്താണ് ഇപ്പൊ ഒരു വലിയ ചാനൽ ഇപ്പൊ നിലനിന്ന് പോകുന്നത്, റേറ്റിംഗിൽ പോകുന്നത്. അതുകൊണ്ട് മാത്രം നമ്മുടെ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു പക്ഷേ കിഷോറിനെ കൊണ്ടൊരു പാട്ടും പാടിപ്പിച്ച് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കും. കിഷോറെ. പാലോ പാലോ നല്ല നടപ്പാലം, അപ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിന്റെ തൂണീമേന്ന് പൊന്നോ എന്നൊരു വിളിയും കേട്ട്, ആയോരു പാലത്തിന്റെ തൂണീമേന്ന് പൊന്നോ എന്നൊരു വിളിയും കേട്ട്, എന്താണപ്പാ വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കണ ഒച്ച പോലെ, എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ, അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ. പാലോ പാലോ നല്ല നടപ്പാലം, അപ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിന്റെ തൂണേമെന്ന് പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. നമ്മുടെ പരമ്പരകൾ പമ്പരങ്ങളാകുമ്പോൾ ഇതാണ് ഞാൻ മലയാളിയിൽ നമ്മൾ ചർച്ച ചെയ്തത്. നമ്മുടെ സീരിയലുകൾ എത്ര കണ്ടാണ് നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിക്കുന്നത്, ആ പ്രതിഫലനം എത്ര കണ്ട് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലേക്ക് ആവാഹിക്കുന്നു. പല വശങ്ങളും ഈ ചർച്ചയിൽ വന്നു. ഒരുപക്ഷെ പ്രേക്ഷകരെ കുറച്ചും കൂടി പക്വമതികളാക്കാൻ വേണ്ടി ഈ ചർച്ച സഹായിച്ചു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.